എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മളും കരുതിയിരിക്കണം. കാരണം ലോകം ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യത്തിലാണ്. നമുക്കെല്ലാം അറിയാം, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇറാനും ഇസ്രയേലും രൂക്ഷമായൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. തുടങ്ങിയ യുദ്ധങ്ങളൊന്നും അത്ര വേഗം തീരുന്നതല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം. ഇപ്പോൾ ഇസ്രയേലും ഇറാനുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഇസ്രയേലിനും ഇറാനും ഇടയ്ക്കുള്ള യുദ്ധം, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ലോകത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ അകലങ്ങളിൽ ഇരിക്കുന്ന കാരണം നമുക്കതൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണ നമ്മൾ മാറ്റിക്കുറിക്കണം. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ യുദ്ധങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ത്രൂ സാറ്റലൈറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി മനുഷ്യർ കൂടുതലില്ലാതെ തന്നെ ഈ യുദ്ധത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നൊരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതിലുമുപരി ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പാഞ്ഞെത്താൻ സാധിക്കുന്ന റേഞ്ചുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഓരോ രാജ്യങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേലിലേക്ക് വായിക്കുന്ന മിസൈലുകളും ഇറാനിലേക്ക് വായുന്ന മിസൈലുകളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി യുദ്ധം നീണ്ടാൽ വലിയൊരു രീതിയിൽ നമ്മുടെ രാജ്യത്തിനും ഇത് എഫക്റ്റ് ആകും. അതിൻ്റെ അർത്ഥം ആരെങ്കിലും മിസൈൽ അയക്കും എന്നുള്ളതല്ല. ഒന്നാമത്, ഇതിൻ്റെ സമാധാന സന്ധിയിൽ നമ്മുടെ രാജ്യം എന്ത് തീരുമാനമെടുക്കുന്നു, ആരുടെ പക്ഷത്താണെന്നൊന്നും നമുക്കറിയില്ല. ഏത് പക്ഷത്ത് പിടിച്ചാലും നമുക്കായി കുറേ ശത്രു രാജ്യങ്ങൾ ലോകത്തുണ്ടാകും. ഒത്തിരി രാജ്യങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് ഒരു തുറന്ന സത്യമാണ്. നമുക്കറിയാം, നമുക്ക് ഒരു രീതിയും വിശ്വസിക്കാൻ വയ്യാത്ത രണ്ട് രാജ്യങ്ങളാണ് ഈ പാകിസ്ഥാനും ചൈനയും. അവരെപ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കുമോ ആ സമയത്ത് അവർ തീർച്ചയായിട്ടും ഉപദ്രവിച്ചിരിക്കും. ഇനി നമുക്ക് മറ്റൊരു പ്രധാന കാര്യം ചിന്തിക്കേണ്ടത്, ഇനി നമ്മുടെ ഭക്ഷ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷ്യ സാധനങ്ങൾ, അതായത് ഭക്ഷ്യവസ്തുക്കൾ കഴിയുന്നതും വേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരുവിധം ഭക്ഷ്യവസ്തുക്കൾക്ക് നമുക്ക് ക്ഷാമമില്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് കരുതരുത്. കാരണം ഈ ഭക്ഷ്യവസ്തുക്കൾ, ഈ കൃഷി ഉണ്ടാക്കണമെങ്കിൽ അതിന് നമുക്ക് എനർജി വേണം. അതിൻ്റെ പമ്പും ഇതൊക്കെ വർക്ക് ചെയ്യണം. പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഡീസൽ വേണം. എന്നാൽ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ ക്രൂഡായിൽ നമുക്ക് സമയത്തിന് നമ്മുടെ റിഫൈനറികളിൽ എത്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ ക്രൂഡായിലിൻ്റെ ഈ പെട്രോളിയം ബൈ പ്രോഡക്ട്സിന് ക്ഷാമം തീർച്ചയായിട്ടും ഉണ്ടാകും. പെട്രോളും ഡീസലും കെറോസിനും ഇങ്ങനെ പലതിനും ക്ഷാമമുണ്ട്. അതിൻ്റെ ബേസ് മെറ്റീരിയൽ എന്നത് ക്രൂഡായിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷ്യ സാധനങ്ങൾ കൂടുതൽ വേസ്റ്റാക്കി ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിന് വേസ്റ്റാക്കി കളയുക, കഴിയുന്നത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒപ്പം നമ്മുടെ യാത്രകൾ, അതായത് അനാവശ്യമായിട്ടുള്ള പെട്രോൾ ചിലവിനെ ഒഴിവാക്കുക. കാരണം നമ്മൾ കൂടുതൽ പെട്രോൾ കൺസ്യൂം ചെയ്താൽ സ്റ്റോക്ക് തീരും. കൂടുതൽ സ്റ്റോക്ക് തീരുമ്പോൾ പമ്പിലേക്ക് നമുക്ക് സ്റ്റോക്ക് വരയ്ക്കേണ്ടിയിരിക്കും. അപ്പോൾ യുദ്ധത്തിൻ്റെ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ ക്രൂഡായിലെല്ലാം വരുന്നത് ജലമാർഗമാണ്, വലിയ ടാങ്കറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ പല ഭാഗത്തും ഇതിന് തടസ്സം വരാം. അപ്പോൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ക്രൂഡായിൽ നമ്മുടെ റിഫൈനറിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതും ഒരു ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഭരണപക്ഷത്തെ നമ്മൾ ശപിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇതൊരു നാഷണൽ കലാമിറ്റി പോലെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വളരെ ശ്രദ്ധാരൂപരായിരിക്കണം. രണ്ടാമത്,
നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിലവുകൾ കഴിയുന്നതും നമ്മുടെ ചിലവുകളെ പരിമിതിപ്പെടുത്തണം. കാരണം യുദ്ധം ഇങ്ങനെ തുടർന്നാൽ പുറം രാജ്യങ്ങളിലിരിക്കുന്ന പലർക്കും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അവർക്ക് പെട്ടെന്നൊന്നും വരാൻ പറ്റുന്ന സാഹചര്യമായിരിക്കില്ല. അങ്ങനെ എന്തായാലും ഇതൊരു മനുഷ്യരിൽ ഒരു ഭീതി ഉളവാക്കുന്ന വീഡിയോ പോലെ നിങ്ങൾക്ക് തോന്നരുത്. നമ്മൾ എന്തിനും സജ്ജരായിരിക്കണം. ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം മുൻകാലങ്ങളിൽ യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ ആ അതിർത്തി ഗ്രാമങ്ങൾ, അതിർത്തി പ്രദേശങ്ങൾ മാത്രമുള്ളതാണെങ്കിൽ ഇന്ന് അതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറിക്കഴിഞ്ഞു. നിങ്ങൾ കാണുന്നുണ്ട്, ഇപ്പോൾ ഇസ്രായേലിലും ഇറാനിലും ഒക്കെ ഈ മിസൈൽ ആക്രമണം വരുന്നത് അത് അതിർത്തി കൂടെ അല്ല, അവരുടെ ആ സെൻറ്റേഴ്സ് വെച്ച് സെൻറ്റർ ടു ടാർഗറ്റ് ആ ഒരു ലെവലായി. അപ്പോൾ ഇത് ടാങ്കിലൊക്കെ ഇപ്പോൾ എങ്ങനെയൊന്നും നടക്കുന്നത് അത് വെരി റെയറാണ് അങ്ങനെയുള്ള യുദ്ധങ്ങൾ. സോ ദയവ് ചെയ്ത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം. നമുക്ക് നാളത്തെ ലോകം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്കെന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഈ യുദ്ധം മൂലം ഉണ്ടായാൽ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ഭക്ഷ്യസാധനങ്ങളും നമ്മുടെ ഇന്ധനങ്ങളാണ്. ഭക്ഷ്യസാധനം നമുക്കിവിടെ നിന്ന് തന്നെ ലഭ്യമാക്കും. പക്ഷേ മോസ്റ്റ്ലി ഇന്ധനമാണെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്ക് ക്രൂഡായി നിന്നും ലഭിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗവും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് കൂടുതൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ. ഒരുപക്ഷേ ചിലപ്പോൾ കുറച്ച് കാലം വരെ ചിലപ്പോൾ ഈ ക്രൂഡായിൽ കിട്ടാത്തൊരു സ്റ്റേജ് വന്നാൽ നമ്മുടെ വാഹനങ്ങൾ ചിലപ്പോൾ നിലച്ചു പോകും. അത് ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലൊരു സമാധാന അന്തരീക്ഷം ലോകത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. അങ്ങനെ സമാധാനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇവിടെ ശാന്തിയും സമാധാനവും ഉള്ളൂ. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പത്താനം. താങ്ക് യു.